നമസ്കരിക്കാൻ വേണ്ടി അനുവാദം കൊടുക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മയ്യിത്ത് നമസ്കരിക്കാതിരിക്കുകയും ചെയ്യുന്നത് പ്രവാചകന്റെ ശഫാഅത്ത് സ്വീകരിക്കപ്പെടും. പ്രവാചകൻ മയ്യിത്ത് നമസ്കരിക്കുമ്പോൾ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വഅഫി വഅഫു അൻഹു എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചാൽ അത് റസൂലുള്ളാഹിന്റെ ശഫാഅത്താണ്. ആ ശഫാഅത്ത് സ്വീകരിക്കപ്പെടും. അപ്പോൾ ഇവിടെ കടം കിട്ടേണ്ട ആളുടെ സ്ഥിതിയോ അയാൾ ആക്രമിക്കപ്പെടുകയാണല്ലോ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കളോട് പറയാണ് ചെയ്യാറുള്ളത്, നിങ്ങൾ നമസ്കരിച്ചോളി. അപ്പൊ ചില സഹാബന്മാർ പറയും കുറച്ച് കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഞാൻ ഏറ്റെടുത്തു, അയാളുടെ കടം ഞാൻ ഏറ്റെടുത്തു, ഞാൻ വീട്ടിക്കോളാം എന്ന് പറയാറുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് രണ്ടാമത്തെ കാര്യം ചെയ്യേണ്ടത് അയാളുടെ കടം വീട്ടലാണ്. മൂന്നാമത്തെ കാര്യം അദ്ദേഹം വല്ല വസിയത്തും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അയാളുടെ ധനത്തിൽ നിന്ന് ആ വസിയത്ത് കൊടുത്ത് വീട്ടണം. ഈ പല നടപടിക്രമങ്ങളൊക്കെ കഴിച്ചിട്ട് എന്തെങ്കിലും മിച്ചമുണ്ടെങ്കിൽ ആ മിച്ചമുള്ളതാണ് അനന്തരാവകാശികൾക്ക് അർഹതപ്പെട്ടതായിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കുക. അപ്പൊ ആദ്യം തജീസുൽ മയ്യിത്ത്, 2 ദൈന് ഖളാഉദ്ദൈന്, മൂന്നാമത്തത് വസിയത്ത് വീട്ടല്. അത് കഴിഞ്ഞിട്ട് അനന്തരാവകാശികൾക്ക് കൊടുക്കുക എന്നുള്ളത്. ഇനി മറ്റൊരു കാര്യം, സാധാരണ നമുക്ക് വരുന്നൊരു അബദ്ധങ്ങൾ, ഇതല്ലാതെ മരിക്കുന്നതിന് മുമ്പ് തന്നെ എന്റെ മക്കൾ എന്റെ മരണശേഷം സാമ്പത്തിക പ്രശ്നത്തില് അവർ വഴക്കടിക്കരുത് എന്ന് വിചാരിച്ച് ചില ആളുകളൊക്കെ മരിക്കുന്നതിന് മുമ്പ് തന്നെ വെട്ടി ഓരിച്ച് പോകാറുണ്ട്. ആൺമക്കൾക്ക് ഇത്തരെ, പെൺമക്കൾക്ക് ഇത്തരെ, അല്ലെങ്കിൽ പെൺമക്കളെ കെട്ടിക്കുമ്പോൾ ഞാൻ 25 പവൻ, 50 പവൻ, 100 പവൻ കൊടുത്തിട്ടുണ്ട്, ആൺകുട്ടികൾക്കൊന്നും കൊടുത്തിട്ടില്ല, അതുകൊണ്ട് സ്വത്ത് മുഴുവൻ ആൺകുട്ടികളുടെ പേരിൽ വെച്ച് എഴുതി വെച്ച് പോവുക. അങ്ങനെയൊക്കെ ചെയ്യുന്ന ചില സമ്പ്രദായങ്ങളും വിവരമില്ലാത്ത ചില കാരണവന്മാരൊക്കെ ചെയ്യാറുണ്ട്. വലിയ ബേജാറാണ് പണത്തിന്റെ കാര്യത്തിൽ. എന്റെ മക്കള് തോട്ടത്തിന്റെ കാര്യത്തിൽ, നെൽപ്പാടത്തിന്റെ കാര്യത്തിൽ അവര് വഴക്കടിക്കുമോ എന്ന്. പക്ഷേ വെല്ലിപ്പാക്ക് അല്ലെങ്കിൽ കാരണവർക്ക് തന്റെ മരണശേഷം തന്റെ മക്കളുടെ വിശ്വാസപരമായ കാര്യങ്ങളെക്കുറിച്ചോ സാംസ്കാരികമായ ജീവിതത്തെക്കുറിച്ചോ യാതൊരു ബേജാറുമില്ല. നമ്മൾ നോക്കൂ, യാക്കൂബ് നബി അലൈഹിസ്സലാം അദ്ദേഹം മരണസമയത്ത് തന്റെ മക്കളൊക്കെ 12 മക്കൾ ഒന്നിനാത്രം പോന്നാന്നൊക്കെ പറയാറില്ലേ, അങ്ങനത്തെ നല്ല കരുത്തുള്ള 12 മക്കള്. ആ മക്കളൊക്കെ കട്ടിന്റെ ചുറ്റുഭാഗത്ത് യാക്കൂബ് നബി ഇങ്ങനെ കിടക്കുക. എല്ലാവരെയും ചുറ്റുഭാഗത്ത് വിളിച്ചു കൂട്ടിയിട്ട് നൽകിയ വസിയത്ത് നമ്മൾ സാധാരണ കേട്ടിട്ടുണ്ട്, നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. അൻകുന്തും ശുഹദാ ഇത് ഹളറ യഅഖൂബൽ മൗത്ത് ഇത് ഖാല ലിബനീഹി മാ തഅബുദൂന മിൻ ബഅദി ഖാലൂ നഅബുദു ഇലാഹക വഇലാഹ ആബായിക ഇബ്രാഹീമ വഇസ്മാഈല വഇസ്ഹാഖ ഇലാഹൻ വാഹിദാ വനഹ്നു ലഹു മുസ്ലിമൂൻ. നിങ്ങൾ സന്നിഹിതരായിരുന്നുവോ? യാക്കൂബിന് മരണാസന്നമായ ഘട്ടത്തിൽ നിങ്ങൾ അവിടെ സന്നിഹിതരായിരുന്നുവോ? ഇത് ഖാല ലിബനീഹി മാ തഅബുദൂന മിൻ ബഅദി, ഞാൻ മരിച്ചാൽ നിങ്ങൾ ആരെയാണ് ആരാധിക്കുക? അവർ പറഞ്ഞു, നിങ്ങളുടെ പിതാക്കളായ ഇബ്രാഹിമിന്റെയും ഇസ്മായിലിന്റെയും ഇസ്ഹാഖിന്റെയും ആരാധ്യനായ ഏകദൈവത്തെ ആരാധിച്ചുകൊണ്ട് ഞങ്ങൾ അവന് വിരോധിക്കൊണ്ട് ജീവിച്ചു കൊള്ളാം. വളരെ സന്തോഷം. യാക്കൂബ് നബി അലൈഹിസ്സലാമിന് വളരെ സന്തോഷമായി, ആശ്വാസമായി. നിങ്ങൾ എന്റെ ധനത്തിന്റെ കാര്യത്തിൽ വഴക്കടിക്കരുതേ എന്നൊന്നും അദ്ദേഹം ഉപദേശിച്ചിട്ടില്ല. അത് അതിന്റെ ശറഈയായ നിയമം അനുസരിച്ച് അവൻ പാലിച്ചുകൊള്ളും. അള്ളാഹുവിനെ കുറിച്ച് ഭയമുള്ള, ആഖിറത്തിനെ കുറിച്ച് ഭയമുള്ള ആണെങ്കിൽ അത് അവർ അതിന്റെ നിയമപ്രകാരം തന്നെ ചെയ്തുകൊള്ളും. അപ്പോ മരിക്കുന്നതിന് മുമ്പ് സ്വത്ത് ഓഹരിച്ചു പോകരുത് എന്നാണ് ഞാൻ നിങ്ങൾ കേൾപ്പിച്ചത്. മരിച്ചാൽ തന്നെ ഈ തജീസുൽ മയ്യിത്തിലുള്ള ധനം ഇയാളുടെ സ്വത്തിൽ നിന്നുണ്ടാകണം. അയാൾക്ക് കടമുണ്ടെങ്കിൽ കടം വീട്ടാനുണ്ടാകണം. അയാൾ വസിയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുമുണ്ടാകണം. എന്നിട്ട് മിച്ചുണ്ടെങ്കിലേ ഈ മക്കൾക്ക് അതിന്റെ അവകാശമുള്ളൂ എന്ന് മനസ്സിലാക്കുക. ചില പോക്കിരി മക്കളൊക്കെ പറയാറുണ്ട്, എനിക്ക് ഉപ്പയോടും ഉമ്മയോടൊക്കെ വഴക്കടിക്കുമ്പോഴേ എനിക്ക് തരാനുള്ളത് തന്നാൾ ഞാൻ പോയിക്കോളാം. എന്താ അവന് കൊടുക്കാനുള്ളത്? എന്ത് അവകാശം അവർക്കുള്ളത്? അല്ലാഹു തആല പറഞ്ഞു, മിമ്മാ തറക്കൽ വാലിദാനി വൽ അഖ്റബൂൻ. ആയത്ത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നുണ്ട്. മിമ്മാ തറക്കൽ വാലിദാനി വൽ അഖ്റബൂന.
മാതാപിതാക്കളും അടുത്ത ബന്ധുക്കളും വിട്ടേച്ചു പോയ ധനം, അതിൽ നിന്നുള്ള അവർ മരിച്ചാലേ അവകാശമുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഈ അടിസ്ഥാനവും കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. അതുകൊണ്ട് അതുപോലെ തന്നെ രണ്ടാമതായിട്ട് മറ്റൊരു കാര്യം, അല്ലാഹു തആല നിശ്ചയിച്ച ഈ അനന്തരാവകാശ നിയമത്തിൽ നസബ്, നിക്കാഹ്, വലാഹ്, ഞാൻ മൂന്നും പറഞ്ഞല്ലോ. ഇങ്ങനെ വരുമ്പോൾ അതിന്റെ അവകാശികളായിട്ട് വരുന്നത് പുരുഷന്മാരിൽ നിന്ന് പല സാഹചര്യങ്ങളിലായി വരുന്നത് 10 പുരുഷന്മാരാണ്. 10 വിഭാഗം. ഉപ്പ, ഉപ്പയുടെ ഉപ്പ, സഹോദരൻ, ആൺമകൻ, മകന്റെ മകൻ, അങ്ങനെ ഉമ്മൊത്ത സഹോദരൻ എന്നിങ്ങനെ 10 തരം ആണുങ്ങൾ വരും, 7 തരം സ്ത്രീകളും വരും. ഈ 17 കൂട്ടം ആളുകളിൽ നിന്ന് എല്ലാവരും ഒപ്പമുണ്ടെങ്കിൽ വെറും 5 ആളുകൾക്ക് മാത്രമേ സ്വത്തിന് അവകാശം ഉണ്ടാവുള്ളൂ. ആകെ 17 വിഭാഗം ആളുകളാണ് ഉള്ളതെങ്കിലും ചിലരുടെ സാന്നിധ്യം മറ്റവരെ തടയും എന്നർത്ഥം. വേഗത്തിൽ മനസ്സിലാവുന്ന ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോ ഞാൻ മരണപ്പെട്ടു, എന്റെ സ്വത്ത് ഓയിൽ വെക്കാണ്. ഓയിൽ വെക്കുമ്പോൾ എന്റെ ഉപ്പയുമുണ്ട്, എന്റെ വെല്ലിപ്പയുമുണ്ട്. അങ്ങനെ വരുമ്പോൾ ഉപ്പക്കേ കിട്ടുള്ളൂ, വെല്ലിപ്പക്ക് കിട്ടുകയില്ല. അഥവാ വെല്ലിപ്പയെ ഉപ്പ തടയുന്നു എന്നാണ് അതിന് പറയുക. ഹജബ് ചെയ്യുന്നു, തടയുന്നു. കാരണം മയ്യത്തായ എന്നോട് ഏറ്റവും അടുപ്പം മരക്കാണ് വെല്ലിപ്പയേക്കാൾ അടുപ്പം എന്റെ ഉപ്പയാണ്. അതുകൊണ്ട് ഉപ്പയുടെ സാന്നിധ്യം വെല്ലിപ്പയെ തടയുന്നു. അല്ലാതെ എന്റെ ഉപ്പ ഇല്ലെങ്കിൽ വെല്ലിപ്പ ഉണ്ടെങ്കിലോ വെല്ലിപ്പക്ക് കിട്ടുകയും ചെയ്യും. അങ്ങനെയാണ്. അതാണ് അഖ്റബ്. മയ്യത്തിനോട് ഏറ്റവും അടുത്തവരാരാണോ അവർക്കാണ് കിട്ടുക എന്ന് പറഞ്ഞു. ആരാണ് ഈ 5 ആളുകൾ എന്ന് നിങ്ങൾ പഠിച്ചിരിക്കണം. ആരാണ് ഈ 5 ആളുകൾ? ഒന്ന് മയ്യത്തിന്റെ ഉപ്പ, മയ്യത്തിന്റെ ഉമ്മ, മയ്യത്തിന്റെ മക്കൾ, പിന്നെ ഭാര്യ, ഭർത്താക്കൾ. ഇവരെ ഒരു സാഹചര്യത്തിലും ആരുടെ സാന്നിധ്യവും തടയാത്ത ആളുകളാകുന്നു. അങ്ങനെ ഒന്ന് കേവലം മനസ്സിലാക്കി വെച്ചാൽ മതി. അത് ഭാര്യ മരിച്ചാൽ ഭർത്താവിനുണ്ടോ, ഭർത്താവ് മരിച്ചാൽ ഭാര്യക്കുണ്ട്. ആരുടെ സാന്നിധ്യവും അസാന്നിധ്യവും ഭാര്യയെയോ ഭർത്താവിനെയോ തടയുകയില്ല. അതുപോലെ തന്നെ ഉമ്മയെ ആരും തടയുകയില്ല, ഉപ്പയെയും ആരും തടയുകയില്ല. അതുപോലെ തന്നെ മക്കളെയും. ഇതതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇതുപോലെ തന്നെ ഇനി അനന്തരാവകാശ സ്വത്ത്, ഉപ്പ മരിച്ചു, സ്വത്ത് ഓരിയേക്കാൻ പോവുകയാണ്. സ്വത്ത് ഓരിയേക്കുമ്പോൾ ചിലപ്പോൾ സ്വന്തം മക്കൾക്ക് തന്നെ കിട്ടാത്ത സാഹചര്യം വരും. മക്കൾ മരിച്ചാലും വാപ്പക്കും കിട്ടാത്ത സാഹചര്യം ശറയ്യായിട്ട് വരും. ആദ്യം ഞാൻ പറഞ്ഞത് ആരും തടയില്ല എന്നാണ്. എന്നാൽ ചില പ്രത്യേക വസ്ഫ് കാരണത്താൽ, വസ്ഫ് എന്നാണ് പറയാം, ഈ വസ്ഫ് ഉണ്ടെങ്കിൽ സ്വത്ത് തടയപ്പെടും. അതെന്താണെന്നറിയോ? ഒന്ന് ഇഖ്തിലാഫുദ്ദീൻ, മതം വ്യത്യസ്തമായിരിക്കുക. ഒരു കാഫിർ ആയ ഒരാള്, കാഫിറിന്റെ മകൻ ഇസ്ലാം സ്വീകരിച്ചു. ജാഹിലിയത്തിലുണ്ടായിരുന്ന അന്നത്തെ കാലഘട്ടത്തിൽ അത് വളരെ വിശാലമായിരുന്നു. ഇസ്ലാമിന്റെ ഒരാളോ ഇസ്ലാം വന്നപ്പോൾ വാപ്പ മുസ്ലിമായി, മകൻ കാഫറായി. അല്ലെങ്കിൽ വാപ്പ കാഫറായിരുന്നു, മകൻ മുസ്ലിമായി. ജ്യേഷ്ഠൻ മുസ്ലിമായിരുന്നു, അനുജൻ കാഫറായിരുന്നു. അപ്പൊ ഇന്നത്തെ അപൂർവമായിട്ട് നമുക്ക് സംഭവിക്കാം. അപ്പൊ നമ്മുടെ ദേവത്വ കാരണത്താൽ ഇപ്പൊ ഹിന്ദുക്കളായ എത്രയോ ആളുകൾ ഇസ്ലാം മതം സ്വീകരിക്കുന്നുണ്ട്, ക്രിസ്ത്യാനികളും ഇസ്ലാം മതം സ്വീകരിക്കുന്നുണ്ട്. ഇങ്ങനെ വരുമ്പോൾ ഒരു മുസ്ലിമായ മകൻ മരിച്ചാൽ ആ മുസ്ലിമായ മകന്റെ ധനം കാഫിറായ ഉപ്പ അനന്തരമെടുക്കുകയില്ല. കാഫിറായ മാതാപിതാക്കളുടെ ധനം മുസ്ലിമായ മകനും അനന്തരം എടുക്കുകയില്ല. ഇഖ്തിലാഫുദ്ദീൻ എന്നാണ് അതിന് പറയുക. അതുപോലെ തന്നെ ഇസ്ലാം മതത്തെ വേറൊന്ന് ഖത്ല്, മകൻ വാപ്പാനെ കൊന്നു, വാപ്പാടെ സ്വത്ത് വേഗം കിട്ടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അങ്ങനെ ചെയ്തു വരും.
അല്ലെങ്കിൽ വേറെന്തെങ്കിലും പ്രശ്നത്തിൽ കുടുംബ വഴക്കുണ്ടായിട്ട് വാപ്പാനെ മക്കൾ കൊല്ലും, മക്കളെ വാപ്പും കൊല്ലാറുണ്ട്. അങ്ങനെ കൊന്നാൽ കൊല്ലപ്പറവന്റെ ധനം വീതം വെക്കുമ്പോൾ കൊന്ന ഘാതകന് വാപ്പയാവട്ടെ മകനാകട്ടെ സഹോദരനാവട്ടെ നിയമപ്രകാരം അനന്തരാവകാശം കിട്ടേണ്ട ആളാണെങ്കിൽ കൊടുക്കാൻ പാടില്ല എന്നാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു കാര്യം, അടിമക്ക് അനന്തരാവകാശം വാങ്ങാൻ പാടില്ല. അപ്പൊ വാപ്പ സ്വതന്ത്രനാണ്, മകൻ അടിമയായിരുന്നു. ഇപ്പൊ ജാഹിലിയത്തിലുണ്ടായിരുന്ന സിസ്റ്റപ്രകാരം സ്വതന്ത്രന്മാരായ ആളുകൾ തന്നെയാണല്ലോ അവരുടെ മക്കള് ഇപ്പോ റോട്ടില് അല്ലെങ്കിൽ മരുഭൂമിയിൽ അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ